വയനാട് കൽപ്പറ്റയിൽ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ പ്രതിഷേധം. വയനാട് ടൗൺഷിപ്പിനായി ഏറ്റെടുത്ത എസ്റ്റേറ്റിലാണ് തൊഴിലാളികൾ പ്രതിഷേധിക്കുന്നത്. ആനുകൂല്യങ്ങൾ ലഭിച്ചാലേ ഇറങ്ങാൻ കഴിയൂ എന്ന് തൊഴിലാളികൾ പറയുന്നു. 11 കോടി രൂപയാണ് തൊഴിലാളികൾക്ക് ലഭിക്കാനുള്ളത്. വിവരങ്ങളുമായി അർജുൻ ഒപ്പം ചേരുന്നു. അർജുൻ, എന്തുകൊണ്ട് ഈ പ്രതിഷേധം? തീർച്ചയായും ചെറിയ രീതിയിലൊരു പ്രതിഷേധം ഇന്ന് ഉയർന്നു വരുന്ന ഒരു സാഹചര്യമാണ് എൽസ്റ്റൺ എസ്റ്റേറ്റ് ഉണ്ടായിരുന്നത്. അതായത് പ്രധാനമായും ഇവരുടെ ആവശ്യം എന്ന് പറയുന്നത് വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് എൽസ്റ്റൺ എസ്റ്റേറ്റ് സർക്കാർ ഏറ്റെടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ പ്രദേശത്താണ്, ഈ എൽസ്റ്റൺ എസ്റ്റേറ്റിലാണ് ഇപ്പോൾ വീട് നിർമ്മിക്കുന്നത്, അല്ലെങ്കിൽ ടൗൺഷിപ്പ് നിർമ്മിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ ഒരു ടൗൺഷിപ്പിലുള്ള ഇതിനു മുൻപ് പണിയെടുത്ത ലയങ്ങളിലടക്കം താമസിക്കുന്ന തൊഴിലാളികൾ ഇവിടെ നിന്നും ഇറങ്ങി പോകേണ്ടി വരും. അവർക്ക് നോട്ടീസ് അടക്കം നൽകിയിട്ടുണ്ട്. ആ കോടതി വിധിയാണ് ഇത്തരത്തിൽ ഈ ഒരു പ്രദേശത്ത് നിന്ന് മാറണം എന്നുള്ള ഒരു കോടതി വിധിയുണ്ട്. പക്ഷേ ഇവർ പ്രധാനമായും പറയുന്നത് തങ്ങൾ മാറുവാൻ തങ്ങൾക്ക് പ്രശ്നമില്ല. തങ്ങൾ ഒരു സുപ്രഭാതത്തിൽ വന്ന് തങ്ങളോട് മാറാൻ പറഞ്ഞാൽ ബുദ്ധിമുട്ട് തന്നെയാണ്. എങ്കിൽ കൂടിയും തങ്ങൾക്ക് ലഭിക്കാനുള്ള കുറെ ആനുകൂല്യങ്ങളുണ്ട്. ആ ആനുകൂല്യങ്ങളും അതുപോലെ തന്നെ ഈ 11 കോടി രൂപ ഈ തൊഴിലാളികൾക്കാകെ കൊടുക്കാനുള്ള 11 കോടി രൂപ അടക്കം തങ്ങൾക്ക് ലഭിക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമാണ് തങ്ങൾക്ക് ഈ സ്ഥലം വിട്ട് പോകാനാവുക. മറ്റൊരു സ്ഥലത്ത് ജീവിക്കണമെങ്കിൽ, അല്ലെങ്കിൽ തങ്ങൾക്ക് ജീവിത സാഹചര്യം ഒരുക്കണമെങ്കിൽ അത്തരത്തിലുള്ള തുക തങ്ങൾക്ക് വേണം എന്നുള്ളതാണ് പ്രധാനമായും ഇവർ ആവശ്യപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഇവരുടെ വീടുകളിൽ അല്ലെങ്കിൽ ലയങ്ങളിലൊക്കെ നോട്ടീസ് പതിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ടൗൺഷിപ്പിന്റെ പ്രവർത്തികൾ ആരംഭിച്ചിട്ടുണ്ട്. തറക്കല്ലിടൽ കഴിഞ്ഞു. ഇപ്പോൾ പ്രവർത്തികൾ ആരംഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തൊഴിലാളികളെല്ലാം വലിയ ഒരു വിഷമത്തിലാണുള്ളത്. അതായത് ടൗൺഷിപ്പ് പദ്ധതി എന്തായാലും വേണ്ടതാണ്, അല്ലെങ്കിൽ ഈ പുനരധിവാസം എന്തായാലും നിർബന്ധമായി ഇവിടെ വരേണ്ടതാണ്. പക്ഷേ ആ പുനരധിവാസം വരുമ്പോൾ തങ്ങൾ എങ്ങോട്ട് പോകും എന്നുള്ള ഒരു ചോദ്യമാണ് ചോദിക്കുന്നത്. വയനാട് കൽപ്പറ്റയിൽ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ പ്രതിഷേധം നടക്കുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു